ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിയറ്റ്നാമിൽ ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നത് ഞാൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറി വന്നത് ഹോട്ടലിൽ എത്തുന്നത് വരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലഞ്ച് കഴിക്കാനാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരു തലശ്ശേരിക്കാരുടെ ഒരു മലബാർ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബന്ധൻ മാർക്കറ്റ് ഉണ്ട്. ആ ബന്ധൻ മാർക്കറ്റ് ഒന്ന് കാണണം. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയൊക്കെ പറയാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. വലിയ കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഒരു നമ്മളെ നാടൻ രുചിയുള്ളൊരു ഫുഡ് തന്നെ കിട്ടി. അപ്പോൾ കാര്യമായിട്ട് 2 ദിവസമായിട്ട് ഫുഡ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് ഇന്ന് അത്യാവശ്യം ഫുഡ് കഴിച്ചു. ഞാനൊരു ബിരിയാണി കഴിച്ചു, ചിക്കൻ ബിരിയാണി. പിന്നെ നമ്മളെ ദോസ്ത് എന്താ കഴിച്ചേ? ചമ്പാവരിയുടെ പുട്ടും മീൻകറിയും, നമ്മുടെ നാടൻ അടിപൊളി മീൻകറി, ചമ്പാവരിയുടെ പുട്ടും. വിയറ്റ്നാമിൽ വന്നിട്ട് പുട്ടും മീൻകറി കഴിച്ചു. ശരിക്ക് നമ്മൾ ചെയ്യുന്നത് വിഡിത്താണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ പോയാൽ അവിടുത്തെ ഫുഡാണ് ടേസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ എല്ലാവർക്കും അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും നാടൻ തന്നെ കഴിച്ചു. ഓക്കെ, അത്യാവശ്യം നല്ലൊരു റോഡും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. സിറ്റിയിൽ അത്യാവശ്യം വീതിയുള്ള റോഡുകളാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി കയറ്റി പോകും. കാരണം ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ നാട്ടിലത്തെ അതേ സിസ്റ്റമാണ്. കുത്തി കയറ്റി ഒടിച്ച് വളച്ച് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലൊന്നും നോട്ടമില്ല. നമ്മൾ ഇന്നലെ പോയ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബൈക്കിൽ പോയത്, ബൈക്കുകാരന് യാതൊരു കൺട്രോളും ഇല്ല. ഒരൊറ്റ സിഗ്നലിൽ പോലും റെഡ് സിഗ്നലിൽ പുള്ളി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഗ്യാപ്പ് കൂടിയൊക്കെ വെട്ടിച്ച് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ യാത്രക്കാരൊന്ന് ശ്രദ്ധിച്ച് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാൽനട യാത്രക്കാർക്ക് ഒരു സുരക്ഷിതം വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് അടുത്തുനിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട്. ഈ ബന്ധൻ മാർക്കറ്റിനടുത്ത്, ബന്ധൻ മാർക്കറ്റിൻ്റെ എൻട്രിയിലാണ് ഞാനുള്ളത്. എൻ്റെ ബാക്കിൽ നോക്കിയാൽ ഇവിടെ നിന്നാണ് അതിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് ഉള്ളവരോട് കയറി നോക്കാം. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആ ഒരു ചെറിയ ചെറിയ മാർക്കറ്റുകളില്ലേ, ചെറിയ ഷോപ്പിംഗ്, അതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നോക്കിയില്ല, പോയി നോക്കിയിട്ട് വരാം. ഇപ്പം മാർക്കറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഒരു വാച്ചിൻ്റെ ഷോറൂം കേട്ടോ. പല ടൈപ്പ് വാച്ചുകളുണ്ട്. റേറ്റ് ഞാൻ അന്വേഷിച്ചില്ല. 2 ഭാഗത്തായിട്ട് ഇതാണ് അടിപൊളി വാച്ചുകളുണ്ട്. പല വലിയ ബ്രാൻഡുകളുടെ ഡ്യൂപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഈ ബന്ധൻ മാർക്കറ്റ് ഹോച്ചിമിൻ സിറ്റിയുടെ ഒരു ഐക്കണാണ് കേട്ടോ. അവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അത് വലുതും ചെറുതുമായിട്ടുള്ള ഏകദേശം 6000-ഓളം കടകൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം ഒരു മൂലയിൽ കൂടി പോയി കണ്ടിട്ട് പോരാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മളൊരു ഷോപ്പിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മൊത്തമായിട്ട് ഇതൊന്ന് കാണാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ഒരുത്തിന്ന് വാങ്ങി കുറേ അപ്പുറം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതേ സെയിം സാധനം തന്നെ പല വിലേൻ്റെയും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തമായിട്ട് ഇതൊന്ന് കാണാൻ ശ്രമിക്കണം. മൊത്തം കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരു വലിയൊരു ഏരിയ കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളതാണിത് ഈ മാർക്കറ്റ്. ഇതിലൊത്തിരി തുണിത്തരങ്ങൾ തന്നെയാണ് ഇട്ടുള്ളത്. വളരെ കളർഫുള്ളായിട്ടുള്ള തുണിത്തരങ്ങൾ, സ്വീറ്റ്സ്, ചപ്പൽസ്, ഫാൻസി ഐറ്റംസ്. ഈ തുണിത്തരങ്ങളിൽ തന്നെ മിക്കവാറും ലേഡീസ് ഐറ്റംസ് ആയിട്ട് ഒരുപാട് ഉണ്ടാകുക. ഈ ലെതർ ബാഗുകൾ, ഫാൻസി ബാഗുകൾ, അങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം കിട്ടുന്ന മാർക്കറ്റ്. ഫുഡ് ഐറ്റംസ് അത് കിട്ടുന്നുണ്ട്. ഒരു സൈഡ് കൂടി നമ്മളെ അവിടുത്തെ വിയറ്റ്നാമിൻ്റെ ഒരു സ്ട്രീറ്റ് ഫുഡ് പോലെയുള്ള ഒരു ഐറ്റം അപ്പുറത്ത് കാണുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അത്രയും ഒരുപാട് നേരം സമയം അവിടെ ചിലവഴിക്കാനില്ല. ഒന്ന് ആ ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് കാണിക്കൽ മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ കാലത്ത് 7:30 തുടങ്ങും. അത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് വൈകിട്ട് 6 മണിക്ക് അടയ്ക്കും. അതിനുശേഷം 6 to 10 വേറെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇതിൻ്റെ പ്രവർത്തന സമയം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. 6 to 10 വരെ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയില്ല. ഇത് കണ്ടില്ലേ, ഈ ബോട്ടലിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഇതാണ് സ്നേക്ക് വൈൻ. വലിയ നല്ല പടലുള്ള സർപ്പത്തിനെയൊക്കെ കുപ്പിയിലാക്കി വൈനാണത്. അപ്പോൾ നമുക്ക് ചില മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും. പക്ഷേ ഈ പാമ്പിനെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ടേസ്റ്റ് ചെയ്യേണ്ട ആഗ്രഹം മൊത്തം പോകും. അപ്പോൾ ഇതാണ് ഈ മാർക്കറ്റിൻ്റെ ഒക്കെ സ്ഥിതി. അപ്പോൾ ഒത്തിരി ചെറിയൊരു ഏരിയ കൂടി മാത്രമേ നമ്മൾ കറങ്ങിയിട്ടുള്ളൂ. 6000 കടകൾ പോയിട്ട് നമ്മളൊരു 60 കട പോലും കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെ ഹോച്ചിമിൻ സിറ്റിയിൽ വിയറ്റ്നാമിൽ പോയാൽ ഇങ്ങനെയുള്ള സ്ഥലമുണ്ട് എന്നുള്ളത് കാണിക്കേണ്ട ഒരു കടമുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഇതിലേക്ക് നീങ്ങിയതാണ്. സിറ്റിയിലെ ബന്ധൻ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ എന്താ പറയാനുള്ളത്, ഈ കാണുന്ന കടകളിൽ നിന്ന് വാങ്ങി നമ്മൾ ഇനിയിപ്പം പോകുന്നുണ്ട്, നമ്മൾ ഹാനോയിലേക്കോ ഡെനാങ്ങിലേക്കോ പോയിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കേട്ടറിവ് വെച്ചിട്ട് അത്ര പോസിബിൾ അല്ല. എന്തെങ്കിലും വിയറ്റ്നാമിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഈ ബന്ധൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കാം. പല ഷോപ്പിലും ഈ സാധനം തന്നെ കേട്ടോ. കണ്ടില്ലേ, നല്ല 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 സൈസ് സാധനങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഫിഷിൻ്റെ ഐറ്റംസ് കാണിക്കുന്നുണ്ട്. ഉണക്കമീൻ്റെ വലിയൊരു ശേഖരം തന്നെ അവിടെ ഇങ്ങനെ കാണാം, പല കടകളിലായിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും സെറ്റ് കിട്ടുന്ന വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റി. ബന്ധൻ മാർക്കറ്റ് നമ്മൾ ഇറങ്ങിയിട്ട് പുറത്ത് ഒരു കളർഫുൾ ലോകമാണ് അവിടെ, എന്തൊക്കെയോ ഐറ്റംസ് ഉള്ളതെന്നുള്ളത്. പക്ഷെ ഒക്കെ നല്ല റേറ്റ് പറയുന്നുണ്ട്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യും. എല്ലാ ലക്ഷങ്ങളാണ് പറയുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ട് ഏകദേശം നമ്മളെ മാർക്കറ്റ് റേറ്റൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രാത്രി ആവാനായി. ഇനിയിപ്പോൾ റൂമിലൊന്ന് പോയിട്ട് ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈറ്റ് മാർക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം.